നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യക്ക് അഭിമാനം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി ശുഭാംശുവും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആക്സിയം 4 ദൗത്യം വിജയകരമായി ഡോക്കിംഗ് പൂർത്തിയാക്കിയത് 29 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നിലയത്തിലെ 14 ദിവസത്തെ ദൗത്യം തുടങ്ങി. ഷാങ്ഹായ് സഹകരണ സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യ ഒപ്പുവയ്ക്കില്ല. കർശന നിലപാട്. സംയുക്ത പ്രസ്താവനയിൽ പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പരാമർശം ഇല്ലാത്തതിനാൽ ഭീകരതയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ ഇന്ത്യ മടിക്കില്ല എന്നും രാജ്നാഥ് സിംഗിന്റെ മുന്നറിയിപ്പ്. UAEയും ഖത്തറും തമ്മിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനം. UAE രാഷ്ട്രപതിയും ഖത്തർ അമീറും ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇറാൻ ഇസ്രായേൽ വിഷയവും ചർച്ചയായി. നിലമ്പൂർ തോൽവിയിൽ പാർട്ടിയുടെ വീഴ്ച വിലയിരുത്തി CPM. പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമായ വോട്ട് ചോർച്ചയുണ്ടായി. RSS ബന്ധ പരാമർശത്തിൽ MV ഗോവിന്ദന് P രാജീവിൻ്റെയും എളമരം കരീമിൻ്റെയും പരോക്ഷ വിമർശനം. PV അൻവറിനായി UDFിലേക്കുള്ള വാതിൽ അടഞ്ഞുവെന്ന് VD സതീശൻ. MK മുനീറിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്നും വിശദീകരണം. സുരേഷ് ഗോപി ചിത്രം ജാനകി vs സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് റിവൈസിംഗ് കമ്മിറ്റിയുടെ വെട്ട്. പേര് മാറ്റാൻ കമ്മിറ്റി നിർദ്ദേശിച്ചെന്ന സംവിധായകൻ പ്രവീൺ നാരായണൻ. കമ്മിറ്റി സിനിമ കണ്ടത് ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ. ചുരുളി സിനിമ വിവാദത്തിൽ ഏറ്റുമുട്ടി നടൻ ജോജു ജോർജും സംവിധായകൻ ലിജോ ജോസ് പെലശ്ശേരിയും. മഞ്ഞുമൽ ബോയ്സ് സിനിമ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ ഷോബിൻ സാഹിർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകി ഹൈക്കോടതി. ഇന്ത്യക്ക് അഭിമാന നിമിഷം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ലയും സംഘവും അന്താരാഷ്ട്ര നിലയത്തിൽ പ്രവേശിച്ചു. ബഹിരാകാശ നിലയത്തിൽ 2 ആഴ്ച തുടരുന്ന ദൗത്യസംഘം 60-ലേറെ പരീക്ഷണങ്ങൾ നടത്തും. ഈ ഗവേഷണങ്ങളിൽ 31 രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ട്. ഇന്ത്യക്ക് വേണ്ടി 7 പ്രത്യേക പരീക്ഷണങ്ങളും ശുഭാംശു നടത്തും. സൂക്ഷ്മാണുക്കളുടെ വളർച്ച, വികാസം, യാത്രികരുടെ മസിലുകളുടെ ശോഷണം, വിത്തുകളുടെ വളർച്ച തുടങ്ങി ബഹിരാകാശ ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമുള്ള നിർണായകമായ പരീക്ഷണങ്ങളാണ് ഇവ. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ മൈക്രോഗ്രാവിറ്റിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്താനാണ് മിഷൻ ലക്ഷ്യമിടുന്നത്. ശുഭാംശുവിൻ്റെ യാത്രയ്ക്കായി 550 കോടി രൂപയാണ് ഇന്ത്യ ചെലവഴിച്ചത്. 2000 മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ച അത്രയും അനുഭവ സമ്പത്തുള്ള ശുഭാംശുവിൻ്റെ ചരിത്ര നേട്ടത്തിലേക്കുള്ള യാത്ര കൂടിയാണ് ഇത്. ഭാരതാംബ വിഷയത്തിൽ പോരിന് ഉറച്ച സർക്കാരും രാജ്ഭവനും. പ്രതിഷേധം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്ത് നൽകി. എന്നാൽ ഗവർണറുടെ നിലപാട് അറിയിച്ച രാജ്ഭവനും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. അതേസമയം ഗവർണറെ പ്രതിഷേധം അറിയിക്കാൻ സർക്കാർ വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരമാണ് രാജ്ഭവനിലെ ഭാരതാംബ വിഷയത്തിൽ പ്രതിഷേധമറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്തു നൽകിയത്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രങ്ങളും ബിംബങ്ങളും രാജ്ഭവനിലെ ചടങ്ങിൽ വെക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കുന്നത്. ഭരണഘടന അംഗീകരിച്ച ചിത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കരുത്. ഔദ്യോഗിക പരിപാടികളിൽ ഇതിന് വിരുദ്ധമായ സാഹചര്യം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ കത്ത് വൈകിപ്പോയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. മെയ് 22-ാം തീയതിയാണ് ഈ ആദ്യത്തെ സംഭവം. RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രാജ്ഭവനിൽ പ്രസംഗിപ്പിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചത്. പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ട് വിഷയമുണ്ടായത്. പോളിംഗിന്റെ അന്നാണ്, നിലമ്പൂർ പോളിംഗിന്റെ അന്നാണ് ശുഭൻകുട്ടി മന്ത്രിയുമായി വിഷയമുണ്ടായത്. അപ്പോഴൊക്കെ മൗനത്തിന്റെ വാത്മീകത്തിലാണ് മുഖ്യമന്ത്രി വിളിച്ചത്. ഇപ്പോഴാണ് പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത്. ഔദ്യോഗികമായൊരു പ്രൊട്ടസ്റ്റ് അന്ന് കൊടുക്കണമായിരുന്നു. അതിനിടെ ഗവർണറിനെ വിമർശിച്ച മന്ത്രി R ബിന്ദുവും രംഗത്തെത്തി. കാവിക്കൊടി ഏന്തി പട്ടുസാരി ഉടുത്ത ഭാരതാംബയെ അംഗീകരിപ്പിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സർവകലാശാല മതനിരപേക്ഷതയുടെ വേദിയാണ്. അവിടെ ഒരു സെക്യുലർ അന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകേണ്ടത് നമുക്ക് അനിവാര്യമായിട്ടുള്ള ചുമതലയാണ്. അതിന് നേതൃത്വം കൊടുക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ. അതേസമയം രാജ്ഭവന്റെ നിലപാടറിയിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിക്ക് കത്തു നൽകും.
കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ നടന്ന ക്രമസമാധാന പ്രശ്നങ്ങളും രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിലെ അതൃപ്തിയും അറിയിച്ചുകൊണ്ടുള്ള കത്താണ് സർക്കാരിന് കൈമാറാൻ രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭാരതാംബ വിവാദത്തിൽ ഗവർണർ പക്വത കാണിക്കണമെന്നും ഇത് അനാവശ്യ വിവാദമാണെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. RSSന്റെ പതാക പിടിച്ച ഭാരതാംബയെ അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഗവർണർ തന്നെ മുൻകൈയെടുത്ത് വിവാദത്തിൽ നിന്നും പിന്മാറണമെന്നും അദ്ദേഹം കൊല്ലത്ത് പ്രതികരിച്ചു. ഈ അനാവശ്യമായ വിവാദമാണ്. ഗവർണർ ഈ കാര്യത്തിൽ കുറെ കൂടി ഉന്നത നിലവാരം പുലർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇതിന്റെ പേരിൽ ഒരു ഏറ്റുമുട്ടൽ അനാവശ്യമാണ്. RSSന്റെ പതാക പിടിച്ചുകൊണ്ടുള്ള ഭാരതാംബയെ അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാവരും ഭാരതാംബയെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ RSSന്റെ കൊടി കൈപിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു നീക്കത്തിൽ നിന്ന് ഗവർണർ തന്നെ പിന്മാറണം. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കാരണം ഇതിന്റെ പേരിൽ കേരളത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും പരസ്പര വൈര്യം ഉണ്ടാക്കുന്നതുമായ നടപടി ശരിയല്ല. അതുകൊണ്ട് ഗവർണർ ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ഈ വിവാദത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിൽ ചേർന്ന ഒരു നടപടിയല്ല. ഒരു ഗവർണർമാരും ഇത് ചെയ്തിട്ടില്ല. അപ്പൊ മന്ത്രി പി പ്രസാദിനെ പ്രശംസിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വാസ് ആർലേക്കർ. കാർഷിക സർവകലാശാല വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിലാണ് ഗവർണർ മന്ത്രിയെ പ്രശംസിച്ചത്. തൻ്റെ പ്രിയ സുഹൃത്ത് പ്രസാദ് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ഈ ചടങ്ങിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ടാണെന്നാണ് ഗവർണർ പറഞ്ഞത്. He was aware that today is the function. He could have avoided by saying that yes, I have got now jet lag and all that. No, I can't. But he has given importance to your achievements. He has said that no, my students have done something. They have achieved something. It is their success, and it will be failure on my part if I do not present myself there. That is greatness of our agriculture minister. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഗവർണറുമായി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് മന്ത്രി പി പ്രസാദ്. ബിരുദദാന ചടങ്ങ് തർക്കങ്ങൾക്ക് വേദിയാവാൻ പാടില്ല. തൻ്റെ നിലപാടിൽ മാറ്റമില്ല. ഭാരതാംബ ചിത്രമാണ് മുൻ പരിപാടിയിൽ വിഷയമുണ്ടായത്. ഔദ്യോഗിക പരിപാടിയിൽ ഇത്തരം ചിത്രങ്ങൾ പാടില്ല എന്നാണ് സർക്കാർ നിലപാട്. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ അത്തരം ശാഠ്യങ്ങൾ പിടിക്കാൻ പാടില്ല എന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ഗവർണർക്കൊപ്പം പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക സർവകലാശാലയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും മറ്റ് അവാർഡുകളുമെല്ലാം പഠനത്തിൻ്റെ ഭാഗമായി നേടിയ കുട്ടികൾക്കുള്ള അവരുടെ ബിരുദദാന ചടങ്ങായിരുന്നു. ആ ചടങ്ങ് പോലെ ഓരോരിടത്ത് മറ്റ് തർക്കങ്ങളുടെ വേദിയാവാൻ പാടില്ലാത്തതുമാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു വേദിയായില്ല. അത് ഔദ്യോഗിക പരിപാടിക്കകത്ത് അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോഴും ചോദ്യം. കാരണം ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ചിത്രമാണത്. ആ ഒരു ചിത്രം സർക്കാരിൻ്റെ പരിപാടിക്കകത്ത് ഉണ്ടാവണം എന്ന് ശാഠ്യം പിടിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. രാജ്യത്ത് കലാപമുണ്ടാക്കാനായി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഗവർണർ ചെയ്യുന്നതെന്ന് ET മുഹമ്മദ് ബഷീർ MP. തങ്ങൾക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങൾ ഗവർണറെ ഉപയോഗിച്ച് ഭരണം നടത്താനാണ് BJP ശ്രമിക്കുന്നത്. ഈ വിഷയം പാർലമെന്റിലടക്കം ഉന്നയിക്കുമെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഒരു ഗവർണർ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ഇടവരുത്തുന്ന വിധത്തിൽ തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായി അപലപിക്കേണ്ടതാണ്. ഞാൻ അപലപിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ ആളുകളും ഈ നിഷേധാത്മകമായ ഗവർണറുടെ പ്രവർത്തനത്തിനെതിരായി ശബ്ദമുയർത്തേണ്ടതുണ്ട്. ശാന്തമായി നിന്ന ഈ സംസ്ഥാനത്തെ കലുഷിതമാക്കി, പ്രശ്നസങ്കീർണമാക്കി, ഭരണകൂടത്തിൻ്റെ പ്രവർത്തനത്തിനെ ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണറുടെ നയം ശക്തമായി ജനാധിപത്യ ബോധമുള്ള എല്ലാവരും എതിർക്കേണ്ട കാര്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിയുടെ വീഴ്ച വിലയിരുത്തി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമായ വോട്ട് ചോർച്ച ഉണ്ടായെന്ന് വിമർശനമുണ്ടായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ RSS പരാമർശത്തിലും നേതാക്കളിൽ നിന്നും പരോക്ഷ വിമർശനം ഉയർന്നു. സംസ്ഥാന സമിതിയും പരാജയ കാരണം ചർച്ച ചെയ്യും. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും തുടർന്ന് നടക്കുന്ന സംസ്ഥാന സമിതിയുടെയും പ്രധാന അജണ്ട രാഷ്ട്രീയ പോരാട്ടം നടത്തിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തോൽവിയുടെ വിലയിരുത്തലായിരുന്നു.
ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നു പറയുമ്പോഴും പാർട്ടി കേന്ദ്രങ്ങളിൽ ശക്തമായ വോട്ട് ചോർച്ച ഉണ്ടായതായി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. PV അൻവറിനെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചതായും സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ RSS CPM സഹകരണ പരാമർശം തിരിച്ചടിയായതായാണ് നേതാക്കൾ വിമർശിച്ചത്. മന്ത്രി P രാജീവും എളമരം കരീമുമാണ് ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചത്. ഇത് തെരഞ്ഞെടുപ്പിന് അവസാന ദിവസങ്ങളിൽ ഏറെ ചർച്ചയ്ക്ക് വഴിവെച്ചതായും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചതായും യോഗത്തിൽ ആരോപണമുയർന്നു. അതേസമയം ഭരണവിരുദ്ധ വികാരം പരിശോധിക്കണമെന്ന് ഘടകകക്ഷിയായ CPI ഉൾപ്പെടെ പറയുമ്പോഴും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന പ്രതീതി നിലനിർത്താനാണ് പാർട്ടി ശ്രമം. തെറ്റുകൾ കണ്ടെത്തി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുത്തലുകൾ നടപ്പാക്കാനാണ് പാർട്ടി തീരുമാനം. സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന കണ്ടെത്തലുകളും വിലയിരുത്തലുകളും സംസ്ഥാന സമിതിയും ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PV അൻവറിനെതിരായ ഫോൺ ചോർത്തൽ ആരോപണത്തിലെ അന്വേഷണം സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് അവസാനിപ്പിച്ചതെന്ന് ഹൈക്കോടതി. തെളിവുകൾ ലഭിച്ചില്ല എന്ന സർക്കാരിൻ്റെ മറുപടിയിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തി. തെളിവുകൾ സർക്കാരല്ലേ കണ്ടെത്തേണ്ടതെന്നായിരുന്നു എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. IPS ഉദ്യോഗസ്ഥരുടേതടക്കം ഫോൺ ചോർത്തിയെന്ന് ജനപ്രതിനിധിയായിരുന്ന ഒരാൾ വാർത്താസമ്മേളനം നടത്തി പറയുന്നു. സമാന്തര ഭരണ സംവിധാനമാകാൻ ആരെയും അനുവദിച്ചുകൂടാ എന്നും കോടതി പരാമർശിച്ചു. IPS ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന PV അൻവറിൻ്റെ വെളിപ്പെടുത്തലിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. അൻവർ വിഷയം ഇനി ആരും പറയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറിന് നേരെയുള്ള വാതിൽ അടച്ചു കഴിഞ്ഞു. MK മുനീറിൻ്റേത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാകാം. MK മുനീർ എല്ലാ കാര്യത്തിലും വ്യക്തതയുള്ള ആളാണെന്നും VD സതീശൻ പ്രതികരിച്ചു. അല്ല, അതൊന്നും ആരും ഇനി പറയില്ല. അത് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് UDF എടുത്തൊരു തീരുമാനമാണ്. ആ വാതിൽ അടച്ചു. അല്ല, ഏതെങ്കിലും കാലത്ത് അങ്ങനെ ആ വിഷയം വന്നാൽ അപ്പോൾ UDF കൂടി അത് ചർച്ച ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഇല്ല. എന്തായാലും ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമില്ല. അതിനൊക്കെ ഞാനെങ്ങനെ മറുപടി പറയുന്നത്? നല്ല ക്ലാരിറ്റി ഉള്ള ആളാണ് ഡോക്ടർ MK മുനീർ. നല്ല ക്ലാരിറ്റി. എന്നോട് സംസാരിച്ചപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ആ നിലപാട് UDF എടുത്ത സമയത്ത് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ എന്നെ കൂടി അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. താൻ ക്യാപ്റ്റനെങ്കിൽ രമേശ് ചെന്നിത്തല മേജറെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പിൻ്റെ ക്രെഡിറ്റ് തനിക്ക് അവകാശപ്പെട്ടതല്ല, ടീം UDFൻ്റെ വിജയമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയമെന്നും VD സതീശൻ പറഞ്ഞു. ടീം UDF ആണ്. ടീം UDF ഒറ്റ വാചകം ഞാൻ പറഞ്ഞിട്ടില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റനല്ല, അദ്ദേഹം മേജറാണ്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയ കേന്ദ്രം. നിധി അഗർവാൾ, രവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് UPSC തയ്യാറാക്കിയ പട്ടികയിൽ ഇടം നേടിയത്. ADGP MR അജിത് കുമാറും മനോജ് എബ്രഹാമും ഒഴിവാക്കപ്പെട്ടു. കേന്ദ്രം നൽകിയ 3 അംഗ പട്ടികയിൽ നിന്ന് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കും. ഷാങ്ഹായ് സഹകരണ സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യ ഒപ്പുവയ്ക്കില്ല. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പരാമർശം ഇല്ലാത്തതിനാലാണ് ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിച്ചത്. സമാധാനവും സമൃദ്ധിയും തീവ്രവാദത്തോടൊപ്പം നിലനിൽക്കില്ല എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ചില രാജ്യങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരതയെ നയതന്ത്ര ഉപകരണമായി ഉപയോഗിക്കുകയും തീവ്രവാദികൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നു. അത്തരം ഇരട്ടത്താപ്പുകൾക്ക് ഇടമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരരുടെ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമല്ല, അവയെ ലക്ഷ്യമിടാൻ ഇന്ത്യ മടിക്കില്ല എന്നും അദ്ദേഹം സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. To participate in the SCO Defense Ministers meeting. At the outset, I would like to thank our hosts for their warm hospitality. I would also like to congratulate Belarus for joining the SCO family as a new member. Excellency, ചൂരൽമലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്ത ബാധിതരുടെ പ്രതിഷേധത്തിൽ വില്ലേജ് ഓഫീസറെയും സംഘത്തെയും തടഞ്ഞ നാട്ടുകാർക്കെതിരെ കേസെടുത്ത പോലീസ്. വെള്ളാർമല വില്ലേജ് ഓഫീസർ അജീഷിനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിലാണ് ചൂരൽമല സ്വദേശികളായ 6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മേപ്പാടി പോലീസ് കേസെടുത്തത്. CPI നേതാക്കളുടെ സമ്മർദ്ദത്തിലാണ് ദുരന്ത ബാധിതർക്കെതിരെ പോലീസ് കേസെടുത്തതെന്ന് T. സിദ്ദിഖ് MLA ആരോപിച്ചു. കനത്ത മഴയെ തുടർന്ന് ജോലിയില്ലാതാകുന്ന ഉരുൾ ദുരന്തബാധിതരായ തൊഴിലാളികൾക്ക് ദിനപത്തയായി 300 രൂപ അനുവദിക്കണമെന്നും വില്ലേജ് ഓഫീസർ ദുരന്തബാധിതരെ സംബന്ധിച്ച് തെറ്റായ റിപ്പോർട്ട് നൽകിയെന്നും ആരോപിച്ചായിരുന്നു ഇന്നലെ തോട്ടം തൊഴിലാളികളടക്കമുള്ള ചൂരൽമലക്കാർ വില്ലേജ് ഓഫീസർ, ദുരന്ത നിവാരണ സ്പെഷ്യൽ ഓഫീസർ അശ്വിൻ P. കുമാർ അടക്കമുള്ളവരെ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിനിടെ തനിക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നുവെന്നാണ് വില്ലേജ് ഓഫീസറുടെ പരാതി.
ഇതിലാണ് മേപ്പാടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. 6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. CPM നേതാക്കളുടെ സമ്മർദ്ദത്തിന് പോലീസ് വഴങ്ങിയെന്ന് ടി സിദ്ദിഖ് MLA ആരോപിച്ചു. ഇന്നലെ പ്രതിഷേധിച്ചതായിരിക്കുന്ന ദുരന്തബാധിതരെ ഡയറക്റ്റും ഇൻഡയറക്റ്റായി ബാധിച്ച ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ്. CPIM-ന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ ഇടപെട്ടാണ് ഈ കേസ് ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതേസമയം ദുരന്തബാധിതരെ പ്രതിചേർത്ത പോലീസ് നടപടി UDF രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. മേപ്പാടിയിൽ UDF നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നു. ദുരന്തബാധിതർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നാണ് UDF ആവശ്യം. അമൃത ന്യൂസ്, വയനാട്. ആശുപത്രിയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശ്വസനവും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ശ്രമിക്കുന്നു എന്നാണ് ഒടുവിൽ പുറത്തിറക്കിയ മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 3 ദിവസമായി തീവ്രപരിചരണ വിഭാഗത്തിലാണ് VS അച്യുതാനന്ദൻ. UAE രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനിയും ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. 2 രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെയും വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെയും പശ്ചാത്തലത്തിൽ മേഖലയിലെ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളെക്കുറിച്ച് UAE രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനിയും അവലോകനം ചെയ്തു. പ്രാദേശികവും അന്തർദേശീയവുമായ വിവിധ വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചു. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നതിന് ഖത്തർ അമീർ നടത്തിയ ശ്രമങ്ങളെ UAE രാഷ്ട്രപതി പ്രശംസിച്ചു. മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ പ്രാധാന്യം ഇരു നേതാക്കളും പങ്കുവച്ചു. ഖത്തറിനെതിരെ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിനോടും അവിടുത്തെ ജനങ്ങളോടുമുള്ള UAEയുടെ ഐക്യദാർഢ്യം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഖത്തർ അമീറിനെ അറിയിച്ചു. ഖത്തറിന്റെയും രാജ്യത്തെ പൗരന്മാരുടെയും സുരക്ഷ മുൻനിർത്തി സ്വീകരിക്കുന്ന ഏതൊരു നടപടികൾക്കും UAEയുടെ പൂർണ്ണ പിന്തുണയും UAE രാഷ്ട്രപതി വാഗ്ദാനം ചെയ്തു. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, പ്രസിഡൻഷ്യൽ കോർട്ട് ഫോർ സ്പെഷ്യൽ അഫയേഴ്സിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, UAE രാഷ്ട്രപതിയുടെ ഉപദേഷ്ടാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ തഹ്നൂൻ അൽ നഹ്യാൻ തുടങ്ങി നിരവധി മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ദുബായ്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖത്തർ വ്യോമപാത അടച്ചത് മൂലം യാത്രകൾ മുടങ്ങിയവർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും തിരിച്ചു നൽകുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. യാത്രാ പരിപാടികളിലുണ്ടായ അനിശ്ചിതത്വം മൂലം ജൂൺ 30 വരെ ഇത്തരത്തിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നവർക്ക് ക്യാൻസലേഷൻ ഫീസ് ഇല്ലാതെ മുഴുവൻ തുകയും തിരിച്ചു ലഭിക്കും. അടുത്ത മാസം 15-ാം തീയതി വരെ സാധ്യതയുള്ള ടിക്കറ്റുകൾ അധിക പണം നൽകാതെ ഒരു തവണ തീയതി മാറ്റുവാനുള്ള അവസരവും ഖത്തർ എയർവേസ് അനുവദിച്ചു. വിമാന സർവീസുകൾ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ ഖത്തർ എയർവേസിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. കുവൈറ്റിലേക്ക് മയക്കുമരുന്ന് വസ്തുക്കൾ വരുന്നത് തടയാൻ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതായി കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ വിമാനത്താവളങ്ങളിലും അതിർത്തി ചെക്ക് പോയിന്റുകളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാവുന്ന സംശയകരമായ എന്തും പിടിച്ചെടുക്കുന്നതിന് കസ്റ്റംസ് അധികൃതർ പ്രതിജ്ഞാബദ്ധരാണെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ഗൾഫ് മേഖലയിലെ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ നിരക്ക് രേഖപ്പെടുത്തി. ഗൾഫ് സ്റ്റാറ്റിക്കൽ സെൻ്ററാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇതുപ്രകാരം കുവൈറ്റിൻ്റെ പണപ്പെരുപ്പ നിരക്ക് 2.9%. GCC രാജ്യങ്ങളിൽ സൗദി അറേബ്യയും UAEയും 1.7% വീതം രേഖപ്പെടുത്തി 2ാം സ്ഥാനം പങ്കിട്ടു. ഖത്തർ 1.3%-ഓടെ 3ാം സ്ഥാനത്തും, ബഹ്റിൻ 0.9%-ഓടെ 4ാം സ്ഥാനത്തും, ഒമാൻ 0.6%-ഓടെ 6ാം സ്ഥാനത്തുമെത്തി. 2024 പണപ്പെരുപ്പത്തിലേക്കുള്ള GCC രാജ്യങ്ങളുടെ അപേക്ഷ സംഭാവനകളുടെ കാര്യത്തിൽ കുവൈറ്റ് ഗൾഫ് മേഖലകളിൽ 3ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് സൗദി അറേബ്യയും, 2ാം സ്ഥാനത്ത് UAEയും, ഖത്തർ 4ാം സ്ഥാനത്തും, ഒമാൻ 5ാം സ്ഥാനത്തും, ബഹ്റിൻ അവസാനവുമാണ്. സൗദിയിൽ മയക്കുമരുന്ന് കടത്ത കേസ് പ്രതികളായ 5 പ്രവാസികൾക്ക് വധശിക്ഷ നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നജറാനിലും തബൂക്കിലുമാണ് ശിക്ഷ നടപ്പാക്കിയത്. വൻ ഹാഷിഷ് ശേഖരം സൗദിയിലേക്ക് കടത്തുന്നതിനിടയിൽ അറസ്റ്റിലായ സോമാലിയക്കാരായ 3 പേർക്കും ഈജിപ്തുകാരായ 2 പേർക്കുമാണ് ശിക്ഷ നടപ്പാക്കിയത്. ദുബായിലെ ജബൽ അലി മെട്രോ സ്റ്റേഷൻ്റെ പേര് നാഷണൽ പെയിൻറ്റ്സ് മെട്രോ സ്റ്റേഷൻ എന്നാക്കി മാറ്റി. ദുബായ് RTA ഉദ്ധരിച്ച് ദുബായ് മീഡിയ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 10 വർഷത്തേക്ക് നാഷണൽ പെയിൻറ്റ്സ് മെട്രോ സ്റ്റേഷൻ എന്നാകും
ജബലലി സ്റ്റേഷൻ അറിയപ്പെടുക. 2009 മുതൽ നിലവിലുള്ള മെട്രോ സ്റ്റേഷൻ ബ്രാൻഡിംഗ് റൈറ്റ്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. ദുബായിൽ ഇതിനകം നിരവധി കമ്പനികൾ മെട്രോ സ്റ്റേഷനുകളുടെ പേര് സ്വന്തമാക്കിയിട്ടുണ്ട്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. അക്കാദമി വിശിഷ്ടാംഗത്വവും സമഗ്ര സംഭാവന പുരസ്കാരവും എൻഡോവ്മെൻ്റ് അവാർഡുകളുമാണ് പ്രഖ്യാപിച്ചത്. ഉപന്യാസത്തിന് എം സ്വരാജിന് അവാർഡ് ലഭിച്ചു. പൂക്കളുടെ പുസ്തകം എന്ന ഉപന്യാസത്തിനാണ് എം സ്വരാജിന് അവാർഡ് അർഹനാക്കിയത്. സമഗ്ര സംഭാവനയ്ക്ക് PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ, KEN കുഞ്ഞഹമ്മദ്, മല്ലിക യൂണിസ് എന്നിവർക്കാണ് അവാർഡ് ലഭിച്ചത്. നോവലിന് GR ഇന്ദുഗോപൻ അവാർഡ് കരസ്ഥമാക്കി. അനിത ഗോപിയാണ് മികച്ച കവിതയ്ക്കുള്ള അവാർഡ് നേടിയത്. മികച്ച നാടകത്തിന് ശശിധരൻ നടുവിൽ അവാർഡ് കരസ്ഥമാക്കി. വൈജ്ഞാനിക സാഹിത്യത്തിൽ ദീപക് പിയും അവാർഡ് നേടി. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ K രാജശേഖരൻ നായർ അവാർഡ് നേടി. പൂക്കളുടെ പുസ്തകം എന്ന ഉപന്യാസത്തിനാണ് M സ്വരാജിന് അവാർഡ് ലഭിച്ചത്. സ്വരാജിന് പുറമെ സലീം ഷെരീഫ്, ദുർഗാപ്രസാദ്, ഡോക്ടർ SS ശ്രീകുമാർ, ഡോക്ടർ സൗമ്യ KC, ഡോക്ടർ പ്രസീത KP തുടങ്ങിയവർ എൻഡോവ്മെന്റ് പുരസ്കാരവും കരസ്ഥമാക്കി. അമൃത ന്യൂസ്, തൃശൂർ. ബാലാവകാശ കമ്മീഷനെ തള്ളി മുഖ്യമന്ത്രി. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നോ കൈവശം വയ്ക്കുന്നുണ്ടെന്നോ തോന്നിയാൽ അധ്യാപകർ ബാഗ് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിൽ ഒരു മടിയും കാണിക്കേണ്ടതില്ല. ഒരു സമിതിയും അതിനെതിരാകില്ല. വിദ്യാർത്ഥികളുടെ ബാഗ് അധ്യാപകർ പരിശോധിക്കരുത് എന്ന ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ബാഗ് പരിശോധിക്കാതെ ഇരിക്കുന്നത് ദോഷം ചെയ്യുമെന്ന് അധ്യാപക സംഘടനകളടക്കം വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം നിശാഗന്ധിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും സംശയം തോന്നിയാൽ അവരുടെ ബാഗുകളോ മറ്റോ പരിശോധിക്കുന്നതിനും നിങ്ങൾ അധ്യാപകർ ഒരു കാരണവശാലും മടി കാണിക്കേണ്ടതില്ല. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശം നൽകി അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസ്. അമൃത കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ അമൃത സ്കൂൾ ഓഫ് ഫാർമസി, അമൃത സെൻറ്റർ ഫോർ അലൈഡ് ഹെൽത്ത് സയൻസ്, അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി, അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ എന്നിവിടങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അമൃത നഴ്സിംഗ് സർവീസിലെ അംഗങ്ങളും കണ്ണികളായി. എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ TN സുധീർ കൊച്ചി ക്യാമ്പസിൽ നടന്ന മയക്കുമരുന്ന് ഉപയോഗ വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് പ്രതിരോധത്തിൽ വൈദ്യശാസ്ത്ര രംഗത്തിനും ഏറെ സംഭാവന നൽകാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ അഡിക്ഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇനി ആവശ്യമെന്നും TN സുധീർ ചൂണ്ടിക്കാട്ടി. അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ KT മോളി ചടങ്ങിൽ സ്വാഗത പ്രസംഗം നടത്തി. ചടങ്ങിൽ അമൃത സ്കൂൾ ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ സബിത M, ഡോക്ടർ രാകേഷ്, ഷീല പവിത്രൻ, CV വിനായകൻ, ഡോക്ടർ അജി KL തുടങ്ങിയവർ പങ്കെടുത്തു. സെൻസർ ബോർഡ് റിവൈസ് കമ്മിറ്റി കണ്ടിട്ടും ജാനകിക്ക് വെട്ടെന്ന് സംവിധായകൻ. ജാനകി vs സ്റ്റേറ്റ്സ് ഓഫ് കേരളയുടെ പേരുമാറ്റം റിവൈസ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടുവെന്ന് സംവിധായകൻ പ്രവീൺ നാരായൺ പറഞ്ഞു. സംവിധായകൻ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. സിനിമ ഇന്ന് കമ്മിറ്റിക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിരുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ റിവൈസ് കമ്മിറ്റിയും അനുമതി നിഷേധിച്ചതായാണ് സംവിധായകൻ പറയുന്നത്. സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ജാനകി എന്ന പേര് നീക്കം ചെയ്യണമെന്ന് നേരത്തെ സെൻസർ ബോർഡ് വാക്കാൽ ആവശ്യപ്പെട്ടിരുന്നതായി സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരോപിച്ചിരുന്നു. തുടർന്നാണ് റിവൈസ് കമ്മിറ്റി ചിത്രം കണ്ടത്. മുംബൈയിൽ വെച്ചായിരുന്നു പ്രിവ്യൂ പ്രദർശനം. സെൻസർ ബോർഡ് റിവൈസ് കമ്മിറ്റിയും കണ്ടിട്ട് ജാനകിക്ക് വെട്ടെന്ന് സംവിധായകൻ പ്രവീൺ നാരായണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കാത്തതിൽ ഹൈക്കോടതി സെൻസർ ബോർഡിനോട് നേരത്തെ വിശദീകരണം ചോദിച്ചിരുന്നു. സിനിമ കണ്ട് റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഹൈക്കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കും. ഇന്ന് തിയേറ്ററുകളിലെത്തേണ്ട ചിത്രത്തിന്റെ റിലീസ് പേരുമാറ്റം ആവശ്യപ്പെട്ടതോടെ നേരത്തെ മാറ്റിവെക്കുകയായിരുന്നു. സുരേഷ് ഗോപി നായകനായി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്തതാണ് ചിത്രം. അതേസമയം സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ഫെഫ്കയും രംഗത്തെത്തിയിട്ടുണ്ട്. ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ JSKയുടെ അണിയറ പ്രവർത്തകരുമായി നാളെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ചുരുളി സിനിമാ വിവാദങ്ങളിൽ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വിശദീകരണവുമായി നടൻ ജോജു ജോർജ് രംഗത്ത്. ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചുരുളിയിൽ അഭിനയിച്ചതെന്നും തെറിയല്ലാത്ത ഭാഗം ഡബ് ചെയ്തുവെന്നും ജോജു വ്യക്തമാക്കി. എന്നാൽ തൻ്റെ തെറി വച്ചാണ് സിനിമ മാർക്കറ്റ് ചെയ്ത് പ്രതിഫലമായി ബന്ധപ്പെട്ട് എഗ്രിമെൻറ്റ് പുറത്തുവിടണമെന്നും ജോജു ആവശ്യപ്പെട്ടു.
ഖാലിദ് റഹ്മാന്റെ ചിത്രം ബി രാകേഷിന്റെ പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്നതിനെതിരെ വിമർശനം. ലഹരി കേസ് പ്രതിയുടെ ചിത്രം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നിർമ്മിക്കുന്നുവെന്നാണ് വിമർശനം. അസോസിയേഷൻ സെക്രട്ടറിയുടെ പൊയ്മുഖം പുറത്തുവന്നെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. സ്ഥാപനത്തിൽ നിന്നും സാമ്പത്തിക തിരിമറി നടത്തിയെന്ന കേസിൽ പ്രതികളായ വിനീത, ദിവ്യ, രാധ എന്നീ 3 പേരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ ജീവനക്കാരികൾ തട്ടിയെടുത്തുവെന്നാണ് കേസ്. അതേസമയം കൃഷ്ണകുമാറും മകളും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന ജീവനക്കാരികളുടെ പരാതിയിൽ വ്യക്തമായ തെളിവില്ല എന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. അടുത്ത 2 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഇടുക്കിയിൽ അതിതീവ്ര ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. വയനാട്ടിൽ മഴ ശക്തമായി തുടരുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയ ജില്ലാ ഭരണകൂടം. മുത്തങ്ങ കല്ലൂർ പുഴ കരകവിഞ്ഞു. പുന്നപ്പുഴയിലെ പുത്തൊഴുക്കിൽ ചൂരൽമല ബെയിലി പാലത്തിൻ്റെ ഗാബിയോൺ ഭിത്തിയുടെ മണ്ണ് ഒലിച്ചുപോയി. ജലനിരപ്പ് ഉയർന്നതിനാൽ ബാണാസുര സാഗർ ഡാമിൻ്റെ സ്പിൽവേ ഷട്ടർ നാളെ തുറക്കും. കായിക വാർത്തകൾ നോക്കാം. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ കളിക്കില്ലെന്ന റിപ്പോർട്ട്. പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് പരാജയപ്പെട്ട ഇന്ത്യക്ക് തിരിച്ചടിയാണിത്. ജൂലൈ 2 മുതൽ എഡ്ജ്ബാസ്റ്റണിലെ ബിർമിംഗ്ഹാം സ്റ്റേഡിയത്തിലാണ് 2ാം ടെസ്റ്റ്. ലീഡ്സ് ടെസ്റ്റിൽ 1ാം ഇന്നിംഗ്സിൽ ബുംറയുടെ 5 വിക്കറ്റ് പ്രകടനമാണ് ഇന്ത്യക്ക് 6 റൺസിൻ്റെ ലീഡ് നേടിക്കൊടുത്തത്. ടീമിലെ മറ്റു പേസർമാർക്കൊന്നും 1ാം ടെസ്റ്റിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.